ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കോലത്തുകര കുടിക്കൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയേ. അരുവിപ്പുറത്തും മണ്ണന്തലയിലും പ്രതിഷ്ഠ നടത്തിയ ശേഷം ശ്രീനാരായണ ഗുരുദേവൻ പുകൾപെറ്റ നാടായ കോലത്തുകരയിലെത്തി. ഉച്ചനീചത്വം കൊടികുത്തി വാഴുന്ന ആ കാലത്ത് സവർണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന തൃപ്പാദപുരം ക്ഷേത്രം വളരെ പണ്ട് തൊട്ടേ ഗുരുദേവന്റെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കോലത്തുകരയിലെ ഭദ്രകാളി വിഗ്രഹം ഇളക്കിമാറ്റി ശിവപ്രതിഷ്ഠ നടത്താൻ ഗുരു ഉത്തരവായി. അഷ്ടബന്ധത്തിൽ ഉറച്ച ഉഗ്രമൂർത്തിയായ കാളി വിഗ്രഹം പണിയാളുകൾ എത്ര ശ്രമിച്ചിട്ടും തരിമ്പും അനങ്ങിയില്ല. ഒടുവിൽ ഗുരുദേവൻ നേരിട്ടെഴുന്നള്ളി വിഗ്രഹം തനിച്ചെടുത്തു മാറ്റി ശിവപ്രതിഷ്ഠ നടത്തി. അഷ്ടബന്ധത്തിന് പകരം കണ്ണുനീരുകൊണ്ട് വിഗ്രഹം ഉറപ്പിച്ചു. അതായിരുന്നു കേരളം കണ്ട ആദ്യ ഇളക്കി പ്രതിഷ്ഠയും ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ രണ്ടാമത്തെ ശിവപ്രതിഷ്ഠയും. കോലത്തുകര ക്ഷേത്രം ഇന്ന് ഗുരുദേവൻ പ്രതിഷ്ഠ ചെയ്തിട്ട് 120 വർഷം തികയുകയാണ്. ഈ 120 വർഷം തികയുന്ന ഈ ദിവസം ലക്ഷാർച്ചന ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ജില്ലാ കളക്ടറായിരിക്കുന്ന സമയത്താണ് ഞാൻ കോലത്തുകര ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വളരെയധികം കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഗുരുദേവൻ തന്നെ താമസികമായിട്ടുള്ള ക്വാളിറ്റീസ് മാറ്റി സ്വാത്വികമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അന്നേരം മനുഷ്യനിലുള്ള താമസിക ഗുണങ്ങളും രാജസീയ ഗുണങ്ങളും മാറ്റി സ്വാത്വിക ഗുണങ്ങൾ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഒരുപക്ഷെ ഗുരുദേവൻ ഇതുവഴി നമ്മളിലേക്ക് സമൂഹത്തിന് തന്നിട്ടുള്ളത്. കോലത്തുകരയിൽ നമ്മളിലുള്ള രാജസിക താമസിക ഗുണങ്ങൾ മാറ്റി നല്ല ഗുണങ്ങൾ വളർത്തിയെടുക്കുക, മനസ്സിൽ നല്ല ചിന്തകൾ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. ഈ ലക്ഷാർച്ചനയോടുകൂടി മനുഷ്യൻ്റെ മനസ്സിൽ നല്ല പ്രകാശം പൂരിതമാക്കി അവരെ ശിവം, അതായത് ശരീരം ശവമാണെങ്കിൽ ശവമായ ശരീരത്തിൽ നിന്ന് ശിവൻ ആത്മാവാകുന്ന ശിവനിലേക്കുള്ള പ്രയാണത്തിലേക്ക് നമ്മളെ സഹായിക്കട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറ് വടക്കേ മൂലയിൽ ചുവരിന് അഭിമുഖമായി ആരാധനയില്ലാതെ ഇന്നും ആ ഭദ്രകാളി വിഗ്രഹം ക്ഷേത്രത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ 7 ദിവസത്തെ വ്രതം എടുക്കുന്ന പുരുഷന്മാർക്ക് മാത്രമേ ഇന്നും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുള്ളൂ. കോലത്തുകര ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ദേവീക്ഷേത്രമായിരുന്നു. പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രമായിരുന്നു. ഗുരുവിൻ്റെ യൗവനകാലത്ത് ചെമ്പഴന്തിയിൽ നിന്ന് നടന്ന് ഗുരു വേളിമലയിൽ ഉള്ള ഗുഹയിൽ പോയിരിക്കുകയും അവിടെ നിന്ന് തിരിച്ച് നടന്ന് ചെമ്പഴന്തിയിലെത്തുകയും ചെയ്തിരുന്നു. ആ കാലത്ത് കോലത്തുകരയിലാണ് ഗുരു വിശ്രമത്തിനുള്ള സ്ഥലം കണ്ടെത്തിയിരുന്നത്. ആദ്യകാലത്ത് രൗദ്രഭാവത്തിലുള്ള ദേവതകളെ ആരാധിച്ചിരുന്ന താണ ജാതിക്കാർ അനാചാരങ്ങൾക്കും അനീതികൾക്കും പാത്രീഭൂതരായിരുന്നു. ഹിംസ അവരുടെ ദൈവവിശ്വാസത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അതൊക്കെ കണ്ടു മനസ്സിലാക്കിയ ഗുരു ഈ പാപകർമ്മങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുകയും സൽഭാവ പ്രതിഷ്ഠകൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അരുവിപ്പുറത്തെ ആദ്യത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം മണ്ണന്തലയിലെത്തിയ ഗുരു അവിടെ ദേവീപ്രതിഷ്ഠ നടത്തുകയും അവിടെ നിന്ന് കോലത്തുകരയിലെത്തി ഇവിടെ പാർക്കുകയും ചെയ്തു. ഇവിടുത്തെ അന്നത്തെ കുടുംബ കാരണവന്മാരെ വിളിച്ച് വരുത്തി ഗുരു ഈ ശിവപ്രതിഷ്ഠയുടെ കാര്യം അറിയിക്കുകയും അവരുടെയൊക്കെ പൂർണ്ണ സമ്മതത്തോടുകൂടി അതിന് തയ്യാറാകുകയും ചെയ്തു. കൊല്ലവർഷം 1068 മീനമാസത്തിലെ
തിരുവാതിര നാളിൽ ഗുരു ശിവനെ കോലത്തുകരയിൽ പ്രതിഷ്ഠിച്ചു. പ്രതിഷ്ഠാവേളയിൽ കുമാരനാശാൻ, അന്ന് കുമാരു കോലത്തുകരയിൽ ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് ഈ തിരുനടയിൽ വെച്ചായിരുന്നു. അന്ന് പ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരു പൂരിപ്പിച്ച സമസ്യ കോലത്തുകര കുടികൊണ്ടരളും ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്നെഴുതി ഗുരു എഴുതിയ 2 വരികൾ. അതിൻ്റെ സമസ്യാപൂരണം കുമാരനാശാൻ നടത്തിയത് കാലൻ കനിവറ്റു കുറിച്ചു വിടും നോലപ്പടി എന്നെ അയക്കരുത് എന്ന് ചൊല്ലിക്കൊണ്ടാണ്. ഇത് കേട്ട ഗുരു ഇത് നമ്മോടാണോ ആവശ്യപ്പെടുന്നത് അതോ മഹാദേവനോടാണോ എന്ന് തിരിച്ച് ചോദിക്കുകയും ചെയ്തു. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു എഴുതിയ സ്തോത്രമാണ്, കോലത്തുകര മഹാദേവനെ സ്തുതിച്ചു കൊണ്ടെഴുതിയ സ്തോത്രമാണ് കോലതിരേശസ്തവം. കാലാശ്രയമെന്നായി അണയുന്നോർക്ക് അനുകൂലൻ ബാലാക്ഷൻ അധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചൊടിന് വിശ്വപ്രസിദ്ധമായ കുളത്തൂർ കോലത്തുകര ശിവക്ഷേത്രത്തിലെ 120ാമത് തിരുവുത്സവത്തിനാണ് ഇവിടെ കൊടിയേറിയത്. ശ്രീനാരായണ ഗുരുദേവൻ നേരിട്ട് പ്രതിഷ്ഠ നടത്തിയ 2ാമത്തെ ശിവക്ഷേത്രം എന്നതുകൊണ്ടും ഗുരുദേവനും മഹാകവി കുമാരനാശാനും ഏറെക്കാലം ചിലവഴിച്ച ക്ഷേത്രം എന്ന നിലയിലും ചരിത്രപരമായ ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് കുളത്തൂർ കോലത്തുകര ശിവക്ഷേത്രം. മാർച്ച് 11 കൊടിയേറി മാർച്ച് 20 ആറോട്ടോടെ സമാപിക്കുന്ന തിരുവുത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു നാടിന്റെ തന്നെ ദേശീയ ആഘോഷമാണ്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി ദൂരദിക്കുകളിൽ നിന്ന് പോലും അഭൂതപൂർവമായ ജനക്കൂട്ടം കോലത്തുകരയിലേക്ക് ഒഴുകുകയാണ്. ശേഷം ക്ഷണമാത്രേണ സൃജിച്ചാരാലോകനമാത്രേണ ഭരിക്കുന്നനുവേദം ഈ ലീലകളാടുന്നവനാണ്ടീടണമെന്നേ. ഗുരുദേവൻ നട്ടുവളർത്തിയ 3 ആൽവൃക്ഷങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറും കിഴക്കുമായിട്ടുണ്ട്. ത്രിമൂർത്തികളെ സങ്കല്പിച്ചുകൊണ്ടാണ് ഗുരു ആൽവൃക്ഷങ്ങൾ നട്ടുവളർത്തിയത് എന്നാണ് അറിയപ്പെടുന്നത്, പഴമക്കാർ പറയുന്നത്. ഇവിടെ പ്രതിഷ്ഠാ സമയത്ത് വരെ ഇവിടെ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ദേവീ വിഗ്രഹം ഗുരു എടുത്തു മാറ്റിയിട്ടാണ് ശിവനെ പ്രതിഷ്ഠിക്കുന്നത്. ആ എടുത്തു മാറ്റിയ വിഗ്രഹം ഇന്നും ചുറ്റമ്പലത്തിന് പടിഞ്ഞാറ് വടക്കായി ഒരു മൂലയിൽ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു തിരി പോലും കത്തിക്കാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ കോലത്തുകര ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് തന്നെ 7 ദിവസത്തെ പൂർണ്ണവ്രതം ഉണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ കടക്കാൻ പാടുള്ളൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ജാതിമത ഭേദമന്യേ വിശ്വാസികളായ ആർക്കും കഴിഞ്ഞ 120 വർഷങ്ങളിലായി ക്ഷേത്രസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട്. ജാതി വ്യവസ്ഥയും ബ്രാഹ്മണാധിപത്യവും കൊടികുത്തിവാണ കാലഘട്ടത്തിൽ അവർണർക്കായി ആരാധനയ്ക്കായി ക്ഷേത്രം നിർവിഘ്നം തുറന്നിരുന്നു. അതിവിസ്മൃതവും മായികവുമായ ഒരു ക്ഷേത്ര സന്നിധിയാണ് കോലത്തുകരയിലേത്. കഴക്കൂട്ടം കോവളം ബൈപ്പാസിൽ കുളത്തൂർ ഇൻഫോസിസ് ക്യാമ്പിന് സമീപമാണ് വിശ്വപ്രസിദ്ധമായ ക്ഷേത്രസന്നിധി. ശിവഗിരി ദർശനത്തിനെത്തുന്ന ഒട്ടുമിക്ക തീർത്ഥാടകരും കോലത്തുകര മഹാദേവന്റെ അനുഗ്രഹ കടാക്ഷത്തിനായി എത്താറുണ്ട്.
ഭഗവാന് ലക്ഷദ്വീപ് സമർപ്പണവും കലശാഭിഷേകവും ഇത്തവണ അതിവിപുലമായാണ് ആഘോഷിക്കപ്പെട്ടത്. 1000 ദീപങ്ങൾ കനകപ്രഭ ചുരിഞ്ഞ് കോലത്തുകരനാഥന്റെ നാമധേയങ്ങൾ വാഴ്ത്തിയപ്പോൾ ഒരു കരയൊന്നാകെ കുളത്തൂരിലേക്ക് കടലായി ഒഴുകുകയായിരുന്നു. പൂഴിമണ്ണ് വീഴാൻ സ്ഥലമില്ലാതെ തിങ്ങി നിറഞ്ഞ പുരുഷാരം കോലത്തുകരയെ ദീപപ്രഭയാൽ അഭിഷേകം ചെയ്യിച്ചു. കോവിലിൽ വാഴും പരമേശൻ ജനമാതീന്ദ്രിയമേതെങ്കിലും ഒന്നിങ്ങാലോചന കൂടാതെ പദത്തിങ്കലണഞ്ഞ ആലാക്കിലുടൻ സന്നദ്ധി തോന്നിക്കുകെനിക്കൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. കൈകാൽ മുതലാമെന്നോടെ അംഗങ്ങളിലൊന്നും ചെയ്യാറൊരു സത്കർമ്മമൊഴിഞ്ഞങ്ങവിവേകാൽ വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. െല്ലാം ഒഴിവാക്കിയിടുക വേണം ഹേ കാമദ കാമാന്തക കാരുണ്യപയോധേ. ഏകീടണമേ സൗഖ്യമെനിക്കൻപൊടു ശംഭോ കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനേ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ത്രിമൂർത്തികളെ സങ്കല്പിച്ച് പ്രതിഷ്ഠിച്ച 3 അരയാലുകൾക്കും ശ്രീനാരായണ ഗുരുദേവന്റെ ജീവസുറ്റ ഛായാചിത്രത്തിന് നടുവിലായാണ് കോലത്തുകര മഹാദേവൻ വാണരുളുന്നത്. ഗുരു ഇവിടുത്തെ പർണശാലയിൽ താമസിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്ന മെതിയടി ഉൾപ്പെടെയുള്ള ഭൗതിക വസ്തുക്കളെല്ലാം ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ദാരിദ്ര്യമഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാന ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം. ക്ഷേത്രഭൂമി വിട്ടുകൊടുത്ത് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച അക്ഷരശാലയാണ് ഇന്ന് കാണുന്ന ഗവൺമെൻറ് കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഗുരുവിൻ്റെ ഒരു ഛായാചിത്രം, അത് അന്ന് ജീവിച്ചിരുന്ന ഒരുവാതിൽക്കോട്ട കുഞ്ഞുകൃഷ്ണക്കുറുപ്പ് എന്നൊരു കലാകാരൻ വരച്ചതാണ്. ഡാൻസർ ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ സുപ്രസിദ്ധ ഡാൻസർ ചന്ദ്രശേഖരൻ നായരുടെ പിതാവായിരുന്നു
ഈ കുഞ്ഞകൃഷ്ണക്കുറുപ്പ്. അദ്ദേഹം പല പ്രാവശ്യവും ഗുരുവിൻ്റെ ചിത്രം വരയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം അറിഞ്ഞു കോലത്തുകര വസിക്കുകയാണെന്ന് ഗുരു. ഇവിടെ വന്ന് ഗുരുവിനെ മുഖം കാണിച്ചു ആവശ്യം ഉണർത്തിക്കുകയും ഗുരു സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരു അനുവദിച്ച് അദ്ദേഹം വരച്ച ചിത്രമാണ് ഇവിടെ ഇപ്പോൾ കാണുന്ന ആരാധനാമൂർത്തി. 100 വർഷങ്ങളായി ഇവിടെ ഇങ്ങനെ അത് സൂക്ഷിച്ച് ആരാധനാമൂർത്തിയായിട്ട് ജനങ്ങൾ ആരാധിച്ചു വരികയാണ്. പ്രശസ്ത ചിത്രകാരനായ കുഞ്ഞികൃഷ്ണക്കുറുപ്പ് വരച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ഛായാചിത്രത്തിൽ കുമാരനാശാൻ ദീപാരാധന നടത്തിയത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഉപദേവതകളില്ലാതെ മഹാദേവൻ കുടികൊള്ളുന്ന കുളത്തൂർ ക്ഷേത്രത്തിൽ ഗണപതിയുടെയും നാഗരുടെയും സ്വതന്ത്ര ക്ഷേത്രങ്ങളുമുണ്ട്. കുളത്തൂർ ക്ഷേത്രത്തോട് ചേർന്ന് കുടികൊണ്ടിരുന്ന നാഗർക്കാവ് കാലാനുക്രമത്തിൽ ക്ഷേത്രത്തിന്റെ ഭാഗമാവുകയായിരുന്നു. ചാവല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ കാടും നാടും താണ്ടി വന്ന ഒരു താപസശ്രേഷ്ഠൻ ഒരിക്കൽ കോലത്തുകരയിൽ മഹാദേവനരികിൽ സ്ഥിരതാമസമായി. ആ ധന്യാത്മൻ സമാധിയായ സ്ഥലത്ത് അദ്ദേഹം ആരാധിച്ചിരുന്ന ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഇവിടെ മറ്റൊരിടത്തും കാണാത്ത ഒരു പ്രത്യേകത, ഒരു ഗണപതി പ്രതിഷ്ഠ ആരാധനാമൂർത്തിയായിട്ടുണ്ട്. ഇത് വടക്ക് ദർശനമായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ ചരിത്രം ഗുരു കോലത്തുകരയിൽ വസിച്ചിരുന്ന കാലത്ത് ഒരു ദിവ്യൻ ഇവിടെ എത്തി ഗുരുവിനെ സന്ദർശിച്ചു. ശിഷ്ടകാലം കോലത്തുകരയിൽ വസിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഗുരു അനുവദിക്കുകയും ചെയ്തു. അദ്ദേഹം കയ്യിൽ കരുതിയിരുന്ന ഗണപതി വിഗ്രഹം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഒരു ഓല ഷെഡ് കെട്ടി അതിനകത്ത് പ്രതിഷ്ഠിച്ച് അദ്ദേഹം ആരാധിച്ചു വന്നു. നാളുകൾ ഏറെ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ പേര് ആർക്കും അറിയില്ലായിരുന്നു. അസാധ്യമായ ജഡ വളർത്തിയിരുന്നത് കൊണ്ട് ഏവരും ജഡാധര സ്വാമി എന്ന് സംബോധന ചെയ്തിരുന്നു. വർഷങ്ങൾ കടന്നപ്പോൾ ഒരു ദിവസം ഗുരുവിനെ മുഖം കാണിച്ചുകൊണ്ട് ദിവ്യൻ ആവശ്യപ്പെട്ടു, എൻ്റെ ഇഹലോകവാസം അവസാനിക്കാറായി, ഞാൻ എൻ്റെ അന്ത്യവിശ്രമം ഇവിടെ തന്നെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുമാത്രവുമല്ല, എൻ്റെ സമാധിക്ക് മുകളിലായി ഞാൻ ആരാധിക്കുന്ന ഈ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ച് ജനങ്ങൾക്ക് ആരാധനയ്ക്കായിട്ടുള്ള സൗകര്യം കൊടുക്കണം എന്ന് ഗുരുവിനോട് ആവശ്യപ്പെടുകയും ഗുരു അത് സമ്മതിക്കുകയും ചെയ്തു. അതനുസരിച്ച് അദ്ദേഹം അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ സമാധിയായി. ആ സമാധിയുടെ മുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന ഗണപതി വിഗ്രഹം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ചുടലവാഴുന്ന മഹാദേവനായി കോലത്തുകര ക്ഷേത്രത്തിന് സ്വന്തമായി ഒരു ചുടുകാടുണ്ട്. 2 ഏക്കറോളം കരം തീർത്ത് ലഭിച്ച ഈ ഭൂമിയിൽ ഹിന്ദുമത വിശ്വാസികളായ ഏതൊരാളുടെയും ശവസംസ്കാരം ക്ഷേത്ര ട്രസ്റ്റ് നടത്തിക്കൊടുക്കുന്നതാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നിയന്ത്രിക്കുന്നത്. ശ്രീ എൻ തുളസീധരനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. സെക്രട്ടറിയായ എസ് സതീഷ് ബാബുവിൻ്റെയും വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ്റെയും നേതൃത്വത്തിൽ വൻ വികസന പ്രവർത്തനങ്ങളാണ് ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ജോയിന്റ് സെക്രട്ടറിയായ കെ അമ്പളിയും ഉത്സവാഘോഷ കൺവീനർ സി പ്രമോദും ഉത്സവ നടത്തിപ്പിൽ സജീവമാണ്. ശിവഗിരി മഠത്തിലെ ബ്രഹ്മശ്രീ എൻ സൂഹദൻ തന്ത്രികളാണ് കോലത്തുകര ക്ഷേത്രം തന്ത്രി. ബ്രഹ്മശ്രീ കെ രവീന്ദ്രനാണ് ക്ഷേത്ര മേൽശാന്തി. സഹശാന്തിമാരായി ശ്രീ അഭിലാഷ്, ശ്രീ രാജേഷ്, ശ്രീ കണ്ണൻ എന്നിവരും ക്ഷേത്ര ചൈതന്യത്തിന്റെ കാവൽ ഭടന്മാരായി സദാ നിലകൊള്ളുന്നു. ഗുരുദേവനാൽ പ്രതിഷ്ഠിതമെന്ന ചരിത്ര വസ്തുതയാലും ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന ഭൗതിക വസ്തുക്കളുടെ സാന്നിധ്യത്താലും വിശ്വപ്രസിദ്ധമായ കോലത്തുകര മഹാദേവ ക്ഷേത്രം നൂറ്റാണ്ട് പിന്നിട്ട നിറവിലും ഏറെ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുകയാണ്. 15/3/2013 കൊടിയേറ്റ് വൈകുന്നേരം 10 ദിവസത്തെ ഉത്സവമാണ്. 20-ാം തീയതി തിരുവാറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കും. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.
ഓരോ ഉത്സവ നാളുകളും ഒരു കൊടിയിറക്കത്തിൽ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത വർഷം കുംഭമാസത്തിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ കോലത്തുകരനാഥന്റെ സന്നിധിയിലെ മറ്റൊരു മായാത്ത ഉത്സവരാവിനു കൂടി സാക്ഷിയാകാൻ ജഗദീശ്വരൻ ആയുസ്സും ആയുരാരോഗ്യവും നൽകുമെന്ന പ്രാർത്ഥനയോടെ സമസ്ത ലോകത്തിൻ്റെയും ഹിതത്തിനായി അവതാരമെടുത്ത ശ്രീനാരായണ ഗുരുദേവന്റെ കൃപാകടാക്ഷങ്ങളാൽ ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മാർച്ച് 20 തിരു ആറാട്ടോടെ ഒരു ഉത്സവരാവിനു കൂടി ഇവിടെ തിരശീല വീഴുകയാണ്. ആലംബനമാവെങ്കിലും അംബാസമ